ഒരു ഇരുചേരി ബമ്പർ ചിരിയിൽ പോയിട്ട് ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ് കേട്ടോ. നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ടാണ് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യാൻ. സോ ഇത് ശ്രുതിയാണ്, ബാക്കിലിരിക്കുന്ന രണ്ടെണ്ണം ആതിര, അമൃത, ട്വിൻസ് ആണ്. ഇന്നായിരിക്കും ഞങ്ങളുടെ ഒറിജിനൽ മോന്ത എല്ലാവരും കാണുന്നത് വിത്ത് മൈ അൽക്കോയ് ശശിയേട്ടൻ. പിന്നെ എന്താ പറയുക, അവിടെ ചെന്ന് നമുക്ക് സാരിയൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ കൊടുത്ത് സെറ്റായി സുന്ദരി തരുണിമണി ആയിട്ടാണ് ഇരിക്കുന്നത്. ചേച്ചിമാരുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനതൊന്നും ചോദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എല്ലാം എടുത്തോ മരിച്ചോ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ എവിടെ വെച്ച് എടുത്തോന്നും എനിക്ക് ഓർമ്മയില്ല. ഷടപ്പട എന്നാണ് കാര്യങ്ങൾ കഴിഞ്ഞ്. പിന്നെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താ പറയുക മേക്കപ്പിന് പോയി. മേക്കപ്പ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ ഹെയർ സ്റ്റൈലിങ്ങിന് പോയി. 2 പേരായിരുന്നു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. 2 പേര് അടിപൊളി നന്നായി സംസാരിക്കട്ടെ. എല്ലാവരും നന്നായി സംസാരിക്കും കേട്ടോ. നമ്മളോട് ഇപ്പോൾ ഒരു ആരും അങ്ങനെ ജാട കാണിച്ചിരിക്കുക അങ്ങനത്തെ ഒരു ടീം ഓഫ് അങ്ങനെ ഒരാളെ അല്ല. നമ്മൾ ടി വിയിലൊക്കെ പറയുന്നത് സത്യമാണ്. സാധാരണക്കാർക്ക് എത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് തരുന്ന ഒരു ചാനൽ വേറെ ഇല്ല. സീരിയസ്ലി ഞാൻ പോയതുകൊണ്ട് പറയണതല്ല. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ പോകുന്ന വെച്ചിട്ട് അതായത് ഫസ്റ്റ് ഷൂട്ടിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഞങ്ങളുടെ. എൻ്റെ ഈ കൊഞ്ഞനം കുത്തിയുള്ള ആക്ഷൻസൊക്കെ എന്താണെന്ന് ചോദിക്കിയത് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളുടെ ഷൂട്ടിന് പോയി. ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശ്രുതിയാണ് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ശ്രുതിയുടെ സ്റ്റാൻഡപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞ് എപ്പിസോഡ് വന്നതിന് ശേഷമാണ്. ദെൻ ഇത് എൻ്റെ ചുരിദാർ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആക്ച്വലി അമൃതയാണ്. പിന്നെ കുറേ സെൽഫി ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ച് കഴിച്ച് ഞാനും ശശിയേട്ടനും ഷംനയും തിരിച്ചു പോകുന്നു. ഞങ്ങൾ പാലക്കാടാണല്ലോ ബേസ്. പക്ഷെ അവർ വേറെ വഴി, ഞാൻ വേറെ വഴിയെ പോകുന്നത്. പിന്നെ ഞാൻ റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ശ്രുതിയുടെ കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. രാത്രിയായപ്പോൾ വീട് പിടിച്ചു. അപ്പോൾ അത്രയുള്ള എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. താങ്ക് യു.